ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെള്ളരിക്ക പരിപ്പ് കറിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട, വെന്തിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കനത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാവുമ്പോൾ പരിപ്പും വെള്ളരിക്കും ഒരുമിച്ച് തന്നെ വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കുതിർത്തത് കേട്ടോ. അപ്പോൾ കുതിർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 2 വിസിലിന് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങ ഒന്ന് അരച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ചുകൂടെ കൂടുതൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ വെള്ളരിക്കയും അതുപോലെ തന്നെ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ കത്തിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതുപോലെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കറി ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി അത്യാവശ്യം വെള്ളത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പരിപ്പും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഒഴിച്ച് കറി അല്ലെങ്കിൽ വെള്ളരിക്ക പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ച് കറി തന്നെയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.